ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് കാരണം നമ്മുടെ ഈ ബോയിലറൊക്കെ ഇപ്പോൾ മിക്കവാറും ചായക്കടകളിലൊക്കെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കറണ്ട് ഉപയോഗിച്ചുള്ള സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. പാലും അതുപോലെ വെള്ളം, തേയില എല്ലാം കറണ്ടിലാണ്. ഗ്യാസിൻ്റെ ഒരു ഉപയോഗമില്ല. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 3500 രൂപയാണ് കടകളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ കുറ്റിക്ക് വെളിയിൽ വാങ്ങിക്കുന്ന വില. അപ്പോൾ ഇതിലിപ്പോൾ ഫുള്ള് കറണ്ടും ഇതിലിപ്പോൾ തന്നെ വെള്ളമാണ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം അതുപോലെ തന്നെ തൊട്ടടുത്ത് പാലും ഉണ്ട് കേട്ടോ. പാലും ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കണം. ഫുള്ള് കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഓട്ടോ കട്ട് ഓഫൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. അപ്പം പാലും അതുപോലെ തേയില ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണ് ഈ സംഭവം. നമ്മളിപ്പോൾ ചായക്കടകളൊക്കെ നിർത്തിയെങ്കിലും ഈ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് ഒത്തിരി കടകളിപ്പോൾ അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇതൊരു നല്ല സംഭവം തന്നെയാണ്. അതിൻ്റെ കോൺടാക്ട് നമ്പർ ഇവിടെ തന്നെ ഉണ്ട്. മധുരയിലാണ് ഈ സാധനം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വില വന്നിട്ട് 20,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ അതേ പാലും ഉണ്ട്. പാലും ഇതുപോലെ ഇതിൽ തന്നെ വെച്ചേക്കുവാണ് കേട്ടോ. പാല്, തേയില, വെള്ളം ഇതെല്ലാം ഒരേ സമയത്ത് തിളച്ചുകൊണ്ടിരിക്കും. ബാക്കി അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ ചായയുടെ പോലെ തന്നെയാണ്. അപ്പം തേയിലയും എടുത്ത് അതുപോലെ തന്നെ തേയില ഇട്ട് പാലും എടുക്കുക. സെയിം അതേ ചൂടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ട്. നമ്മൾ സാധാ ബോയിലർ വയ്ക്കുന്ന അതേ ചൂട് തന്നെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഒത്തിരി ഇനിയിപ്പം പുതിയ ചായക്കടകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നോക്കാൻ കേട്ടോ. ഇപ്പോൾ ഗ്യാസിന് 3500 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ചൂടുള്ള കടയിലൊക്കെ ഏകദേശം ഒരു കുറ്റിയൊക്കെ ഒരു ദിവസം കൊണ്ട് തീരും, 1.5 ദിവസം കൊണ്ട് തീരും. അപ്പോൾ ഈ ഒരു സംഭവം വരുന്നത് നമ്മുടെ ഹോട്ടൽ അപ്പ എന്ന് പറയും. നമ്മൾ ചാവടിമുക്ക് നിന്ന് കുളത്തൂരോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലാണ് ഈ കട വരുന്നത്. ഒരു 4-5 മാസമായ കടയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇവിടെ സ്നാക്സും ചായ എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം കടക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു സംഭവം നമുക്കിപ്പോൾ ഇനിയിപ്പം സിലിണ്ടറൊന്നും ഇല്ലെങ്കിലും ഇവിടെയുള്ള ഈ സെറ്റപ്പിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ചായയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിൽ വെച്ചേക്കുക.